സ്വരാജിനെ കൊണ്ടുവരൂ നിലമ്പൂരിനെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെടുകയാണ്. അത് ഞങ്ങൾ അംഗീകരിച്ചു. സ്വരാജിനെ കൊണ്ടുവന്നു, നിലമ്പൂർ രക്ഷപ്പെടും. അതൊക്കെ എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ വായി തോന്നുന്നെല്ലാം പറയുന്നതിന് ആൾക്കാരുണ്ട്. ഇപ്പോൾ വന്നല്ലോ സ്വരാജ്, ആഗ്രഹം സാധിച്ചു കൊടുത്തു. കാരണം സ്വരാജ് പറയുന്ന പോലെ അവരും കൂടി ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അതായത് അവരുടെ നേതാക്കൾ സ്വരാജിനെ കൊണ്ടുവരൂ നിലമ്പൂരിനെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെടുകയാണ്. അത് ഞങ്ങൾ അംഗീകരിച്ചു. സ്വരാജിനെ കൊണ്ടുവന്നു, നിലമ്പൂർ രക്ഷപ്പെടും. ഒന്നും പറയാനില്ല. അവസാനമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് എവിടെയാണ് പോയി കൂടിയെന്ന് അവർക്കറിയില്ല. കാരണം ഞാൻ അവിടെ ആയിരുന്നല്ലോ പണ്ട്, എനിക്കറിയാമല്ലോ. അൻവർ ഇതെല്ലാം പറയുമ്പോഴും അൻവറിൻ്റെ സ്ഥിതി എന്താണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ. അത് ഇപ്പോഴും പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിക്കാൻ ഞാൻ ആളുമല്ല, ഉപദേശിക്കേണ്ട കാര്യമില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം രാജിവെച്ചതും ഈ തെരഞ്ഞെടുപ്പ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അദ്ദേഹം സ്വന്തം വ്യക്തിപരമായ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രാജി വെച്ചതും ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതും. ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുമ്പോൾ ഇനി ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഒരു വർഷം പോലും സമയമില്ല ഇലക്ഷനിലേക്ക് പോകാനായിട്ട്. ഈ ഒരു സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയത് ഒരു ദേശദ്രോഹമായിട്ട് തന്നെ നമ്മളതിനെ കാണുന്നു. ഒരു വ്യക്തി മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ആരുടെയും പ്രശ്നം. ഇത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജിവെച്ച് ഒരു സീറ്റ് ഒഴിച്ച് അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കുണ്ടാകാവുന്ന സർക്കാർ ഖജനാവിലും ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ആ നാടിനും മലപ്പുറം ജില്ല ആകമാനം ഉണ്ടാകുന്ന ഒരു വികസന മുരടിപ്പിനൊക്കെ ഇടയാക്കിയത് അദ്ദേഹമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം.